ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഞാനിന്ന് ഒരു മത്തങ്ങ ചോറുണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്ലാസ് അരി, സെല്ല ബാസ്മതി റൈസാണിത്, നീളമുള്ള അരി. അത് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ടേ. കഴിയിട്ടൊന്നുമില്ല, എടുത്ത് വെച്ചേക്കാം. ഇനി ഞാനിത് ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ. ഞാൻ അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളത്തിന് കണക്ക് ഇല്ല കേട്ടോ, കാര്യം ഇത് 3/4 വേവിന് ചൂറ്റിയെടുക്കേണ്ടത്, അതുകൊണ്ട് വെള്ളത്തിന് കണക്കില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ, ശകലം ഉപ്പ്. ഒരു 3/4 വേവ് വേവിച്ചാൽ മതി. ഞാൻ പ്രഷറൊന്നും ചെയ്യുന്നില്ലേ, വെറും അടപ്പ് ഇതിൻ്റെ പുറത്തോട്ട് വെക്കുന്നേ. അരി ഒന്ന് 3/4 വേവ് വേവട്ടെ. നമ്മുടെ അരി നോക്കേ, എന്തോന്ന് നോക്കേ. ഒരു 3/4 വേവ് മതിയേ, വെന്തിട്ടുണ്ടേ. ഈ വേവ് മതി. ഇനി ഞാനിതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ഊറ്റാൻ പോകുന്നേ. നമ്മുടെ ചോറ് റെഡിയായി, ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടേ. ഈ വേവേ ആവാനുള്ളേ, ഒരു 3/4 വേവ്. ഇനി ഒരു പാത്രം ഉരുളി അടുപ്പി വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതൊന്ന് ചൂടാവട്ടെ. പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. തോനെ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ വേണേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 5 ഗ്രാമ്പു, ഒരു 5 ഏലക്ക ഇതിട്ട് കൊടുത്തേ. ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇതിലോട്ട് തീ ഒന്ന് കുറയ്ക്കേ. ഇതിനകത്ത് ഒരു പൂണ്ട് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് വലിയൊരു കഷ്ണം ഇഞ്ചി, അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക്, അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഞാൻ തീ കുറച്ച് ഇത് മീഡിയത്തിൽ വെച്ച് കൊടുക്കേ. ഇനി ഇതിനകത്തോട്ട് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കേ. ഇതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മൊരിഞ്ഞൊന്നും പോകരുത്, ഫ്രൈ ആവരുത്. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകിലും ഇല്ലേ, അതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ടേ. ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോരുത്. ഇതിനകത്തോട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മത്തങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം.
ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യേ. മത്തങ്ങയ്ക്ക് വലിയ വേവില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ചോറും മുക്കാൽ വേവിൽ വേവിച്ച് വെച്ചേക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ചോറിന് ഉപ്പുണ്ടേ, കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടി ഇട്ടിട്ട് കൊടുക്കാം, ശകലം. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണാണേ, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു മുറി തേങ്ങ തിരിങ്ങിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തേക്കുക കേട്ടോ, ഒറ്റപ്പാല്. അത് ഈ മത്തങ്ങയിലോട്ട് ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. തീ കൂട്ടിയിട്ടിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചോറില്ലേ, അത് ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുക്കേ. തീ ഒന്ന് കുറയ്ക്കട്ടെ. ഇതിന് തീ ഒന്ന് കുറച്ച്, തീരെ കുറയ്ക്കണ്ട, ഒരു മീഡിയത്തിനും തൊട്ട് താഴെ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. നമ്മുടെ ചോറ്
ഞാൻ ഇതുവരെ ഇളക്കിയിട്ടില്ല ഇതിനകത്ത്. ഇനി ഇതിനകത്ത് നല്ല മണം കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു മുറി നാരങ്ങ നീര്, വലിയൊരു മുറി നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മുറി എടുത്തത്. പിന്നെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ഒരു നാരങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത് ഇതിപ്പോൾ ഞാൻ ഇനി ഇളക്കുന്നില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ചോറ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞുള്ളൂ കേട്ടോ. കാര്യം വിശപ്പ്. ഞാൻ എന്നൊന്ന് മിക്സ് ചെയ്യേ. നല്ല മിക്സ് ചെയ്യണം. ചോറ് കംപ്ലീറ്റ് എല്ലടും മത്തങ്ങയായിട്ട് നല്ല മിക്സായി കിട്ടണം. ഞാനെൻ്റെ ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പ് ശകലം കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലോട്ട് ആകുന്നൊക്കെ. അപ്പം നല്ല ചൂടാണ്. എന്ത് ടേസ്റ്റാണെന്നല്ലേ ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാൻ. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മത്തങ്ങ ചോറ്. ഈസി അല്ലേ? പക്ഷേ മത്തങ്ങ നല്ലതുപോലെ മത്തങ്ങ ഇടുക. നമ്മളിതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല, ഒരു ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, പിന്നെ കുരുമുളക് പൊടി. അപ്പം നല്ല ടേസ്റ്റ്. ഇത് വെറുതെ കഴിക്കാം, ഒന്നിൻ്റെ കൂടെയും കറി വേണമെന്നില്ല, വെറുതെ കഴിക്കാം. ഇല്ലെങ്കിൽ മീൻ കറി വേണമെങ്കിൽ കഴിക്കാം, പിക്കിളും മതി, ഒന്നും വേണ്ട, ഒരു പിക്കിളും പപ്പടവും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതാണ്, പ്രായമുള്ളവർക്കൊക്കെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം